ഹലോ, നമസ്കാരം. വലിയ പ്രതീക്ഷ കൂടി തിയേറ്ററിൽ പോയി ഒടുവിൽ തലവേദന എടുത്ത് തിരിച്ചു പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അനുഭവിച്ചിട്ടുണ്ട്. ഈ അവസ്ഥയായിരുന്നു എനിക്ക് കോക്ടെയിൽ 2 കണ്ടിട്ട് ഭൂരിഭാഗം പ്രേക്ഷകരുമുണ്ടല്ലോ അവസാനം ഇറങ്ങിപ്പോയി. 2012 തോന്നുന്നു കോക്ടെയിലിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയത്. ആ നൊസ്റ്റു വിറ്റ് കാശാക്കാൻ വേണ്ടി മാത്രം ഇറക്കിയ ഒരു മുഞ്ചിയ സിനിമയാണ് കോക്ടെയിൽ 2 എന്ന് പറയുന്നത്. ഷാഹിദ് കപൂറും കൃതി പിന്നെ സനലും അതോടൊപ്പം രശ്മിക മന്ദാനും ഇവരെ വെച്ച സംവിധായകൻ ഈ ഹേമ അദാനി, തിരക്കഥാകൃത്ത് ലവ് രഞ്ജനും ചേർന്ന് ഒരു എന്ത് പീഡനോടെ മൈര ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മൈരനെ. ഒരുപക്ഷെ കോക്ടെയിൽ കുടിച്ചാൽ ഒരു കിക്കൊക്കെയാണ് നമുക്ക് കിട്ടുക, പക്ഷേ ഇത് കിക്കും വന്നില്ല, വെറുതെ വാനാറ്റിച്ചു എന്നുള്ള ഒരു ഗതികേടാണ് സംഭവിച്ചത് എന്ന് എന്നെ പറയാം. ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ടല്ലോ, ഒരു കപ്പിള് വഴിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇന്റർവെല് കഴിഞ്ഞപ്പോൾ കുറേ പേര് തിരിച്ച് തിയേറ്ററിലേക്ക് കടന്നു വന്നില്ല. ഞാൻ എന്ത് മൈരെങ്കിലും വരട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ, ഞാൻ ഇന്ന് മുഴുവനും കണ്ടു. ഞങ്ങൾ 4 പേരാണ് അവസാനം ഉണ്ടായിരുന്നത്. ആകപ്പാടെ 7 പേരെ സിനിമയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പിന്നെ 4 പേര് ഇന്റർവെല് കഴിഞ്ഞപ്പോഴേക്കും 4 പേര്, സിനിമ മുഴുവനും കണ്ടത് 4 പേര് മാത്രമാണ്. എന്ത് ദുരന്തം മൈരടോ. എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാനപ്പോൾ ഇതിൻ്റെ ഇത് പറഞ്ഞു തരാം. എന്താണ് ഈ സിനിമയ്ക്ക് സംഭവിച്ച കുറേ സാധനങ്ങളുണ്ട്. സിനിമയുടെ അടിസ്ഥാനമായ കഥ തന്നെ തികച്ചും യുക്തിരഹിതവും ബാലിശവുമായി പോയി എന്നുള്ളതാണ്. കൂനൽ, ദിയ എന്നിവർ കഴിഞ്ഞ 17 വർഷമായിട്ട് കട്ട പ്രണയത്തിലാണ്. എന്നാൽ പെട്ടെന്നൊരു ദിവസം ദിയയ്ക്ക് ഒരു സംശയം തോന്നിയാണ്. തന്റെ കാമുകന് ഇപ്പോഴും തന്നോട് പഴയ പ്രണയമുണ്ടോ എന്നൊരു സംശയം. ഈ സംശയം തീർക്കാൻ ദിയ കണ്ടെത്തുന്ന വഴി എന്താണെന്നോ, അവർ തന്റെ സുഹൃത്തായിട്ടുള്ള എലിയയെ, കൂനലിനെ പരീക്ഷിക്കാൻ വേണ്ടി അവരുടെ ജീവിതത്തിലേക്ക് കടത്തിവിടുകയാണ്. 17 വർഷം ഒരുമിച്ച് ജീവിച്ച പക്വതയുള്ള 2 വ്യക്തികൾ പെരുമാറുന്നത് വെറും 6 മാസം പ്രായമുള്ള സ്കൂൾ കുട്ടികളുടെ പ്രണയം പോലെയാണ് പെരുമാറുന്നത്. എലിയയുടെ കടന്നുവരവോടുകൂടി കൂനൽ അവളിലേക്ക് അടുക്കുന്നു. അതോടുകൂടി ദിയയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു. പിന്നെ അങ്ങോട്ട് ഒരുപാട് വൈകാരികമായിട്ടുള്ള യാതൊരു ആഴവും ഇല്ലാത്ത കണ്ട് മടുത്ത ക്ലീശ പ്രണയം, ഒരു ത്രികോണ നാടകം, വെറുപ്പിക്കൽസിന്റെ ഒരു ഘോഷയാത്ര. സിനിമയുടെ കഥാപാത്രങ്ങളുടെ തീരുമാനങ്ങൾക്ക് പിന്നിൽ ഒട്ടും യുക്തിയില്ല എന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് ഇതിലെ അവസാനിക്കാത്ത നീണ്ട സംഭാഷണങ്ങളാണ്. സിനിമയിലെ വേറെ കഥാപാത്രങ്ങൾ ഇല്ല എന്ന് തോന്നുന്നു. ആ ഒരു രീതിയിൽ ഈ 3 പേരും പല ആഡംബര ലൊക്കേഷനിലും വണ്ടികളിൽ ഇരിക്കുന്നു, സംസാരിക്കുന്നു, അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നു, അവിടെ ഇരുന്ന് സംസാരിക്കുന്നു. അങ്ങനെ കുറേ സീനുകൾ. ദൃശ്യങ്ങളിലൂടെ കഥ പറയുന്നതിന് പകരം കഥാപാത്രങ്ങളെ കൊണ്ട് റേഡിയോ നാടകം പോലെ ഡയലോഗ് അടുപ്പിച്ച് സംവിധായകനുണ്ടല്ലോ വെറുപ്പിക്കുകയാണ്. കൃതി സനന്റെ കഥാപാത്രം ഓരോ 2-3 മിനിറ്റ് ജീവിത തത്വശാസ്ത്രങ്ങൾ സംസാരിക്കുന്നു. കേൾക്കുമ്പോൾ തിയേറ്ററിലിരിക്കുന്ന നമ്മളെപ്പോലുള്ളവർക്ക് ഭ്രാന്ത് പിടിപ്പിക്കുന്നു. വലിയ ഇമോഷൻ രംഗങ്ങളിലൊന്നും കാണിച്ച് തന്നിരിക്കുന്ന സീനുകളിൽ ഒട്ടും ഒരു ലാക്ക് ഓഫ് എമോഷണൽ ഡെപ്ത് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. കഥാപാത്രങ്ങളുടെ മാനസിക സംഘർഷങ്ങളോ അതോടൊപ്പം തന്നെ അവർ നേരിടുന്ന പ്രതിസന്ധികളോ ഓർഗാനിക്കായിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഹോളിവുഡ് ചിത്രമായിട്ടുള്ള അബ്സ്ട്രാക്ഷൻ അതോടൊപ്പം തന്നെ ഹോളിവുഡ് പതിപ്പ് പോലെ ചെയ്യാൻ നോക്കിയതാണെങ്കിലും ലവ് രഞ്ജൻ്റെ തിരക്കഥയിലെ പോരായ്മയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രസ്റ്റേഷൻ എന്ന് പറയുന്നത്. പല സീക്വൻസുകളിലും അഭിനേതാക്കൾ വളരെ കൃത്രിമമായിട്ടാണ്, ആരോ നിർബന്ധിച്ച് അഭിനയിക്കുന്നത് പോലെയാണ് അവരുടെ ഭാവങ്ങളെല്ലാം കാണുന്നത് തന്നെ. ഇനി ഇതിന്റെ അഭിനേതാക്കളുടെ പ്രകടനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രശ്മിക മന്ദാന എന്തു ദുരന്തോടോ. കരിയറിലെ തന്നെ ഏറ്റവും മോശം പ്രകടനം ഒന്ന് തന്നെ എന്ന് പറയും, ഇതിൽ ഒരു സംശയമില്ല. ഒരുപാട് വൈകാരികമായ രംഗങ്ങൾ അവർ എന്തൊരു തൂറാത്തവരുടെ ഭാവമാണെന്ന്, ഭയങ്കര അലോസരപ്പെടുത്തുന്നത്. ഡയലോഗ് ഡെലിവറി എന്ന് പറയുന്നത് ഒട്ടും ലിപ്പ് പോലും സിങ്ക് ആവുന്നില്ല എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. പലപ്പോഴും തിയേറ്ററിൽ നമ്മളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന പല സാധനങ്ങൾ, ലിപ്സിങ്ക് പോലും എന്തടേ കാണിക്കുന്നത് നന്നായിട്ടെങ്കിലും കണ്ടിട്ടേ, ഇതിന് ഗ്യാസ് സർട്ടിഫിക്കറ്റ് കൂടെയാണ്. പിന്നെ നായകൻ ഷാഹിദ് കപൂറാകട്ടെ ഒരു സേഫ് ബോയ് ആയിട്ട് അഭിനയിക്കാൻ ശ്രമിച്ചെങ്കിലും തിരക്കഥയിൽ അദ്ദേഹത്തിന് യാതൊരു പ്രസക്തിയും നൽകുന്നില്ല എന്നതുകൊണ്ട് തന്നെ 2 പെൺകുട്ടികളുടെ ഇടയിൽ പെട്ടുപോകുന്ന ഒരു കളിപ്പാട്ടം പോലെ അല്ലെങ്കിൽ ഒരു ടെന്നീസ് പന്ത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്നു. സ്വന്തമായി ഒരു തീരുമാനമോ ഒരു നിലപാടോ ഇല്ലാത്ത വെറും ഒരു മൂഞ്ചിയ നായകൻ എന്നതാണ് ഈ കഥാപാത്രത്തിന് പറ്റിയ കുഴപ്പം. നായകന് അവസാനം എന്താ പറയുക, ആണും പെണ്ണും കെട്ട ഒരു ഇതായിപ്പോയി. ക്ലൈമാക്സ് വരെ ഞാൻ കാത്തിരുന്നു. പിന്നെ കൃതിയാണെങ്കിലോ പുള്ളിക്കാരിയെ കാണാനൊക്കെ നല്ല രസമുണ്ട്, ഭംഗിയാണ്, സൂപ്പറാണ്. പക്ഷേ ആ ഒരു ആശ്വാസം മാത്രമേ ഉള്ളൂ. വെറും ലുക്ക് കൊണ്ട് മാത്രം ഒരു സിനിമയെ രക്ഷപ്പെടുത്താനാവില്ലല്ലോ. സംഗീത സംവിധാനം പ്രീതം ഒരുക്കിയ 10-12 പാട്ടുകൾ ഉണ്ടെങ്കിൽ പോലും ഒരു പാട്ട് പോലും ആദ്യത്തെ ഭാഗവുമായിട്ട് ബന്ധപ്പെടുന്ന, അല്ലെങ്കിൽ തൂഹി മേരി ശബ്ദം പോലെയുള്ള ഒരൊറ്റ ഐക്കോണിക് ആയിട്ടുള്ള ഒരു പാട്ട് പോലും ഇതിലില്ല എന്നുള്ളതാണ്. തിയേറ്ററിലെ സൗണ്ടിലൊക്കെ കേൾക്കാൻ കുറേ പാട്ടൊക്കെ ഉണ്ട്, പക്ഷേ സിനിമ കണ്ട് നമ്മൾ പുറത്തോട്ട് വരുമ്പോൾ ഒരൊന്നും നമ്മുടെ കൂടെ വരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതോടൊപ്പം തന്നെ സിനിമയുടെ ക്ലൈമാക്സ് ആകട്ടെ അങ്ങേയറ്റം വളരെ നമുക്ക് പ്രവചിക്കാൻ പറ്റുന്ന സാധനം, ബാലിശമായി പോയി. ഈ മയിര് കാണാൻ വേണ്ടി മാത്രമാണ് അവസാനം വരെ ഞാൻ ഈ കാത്തിരുന്നത്. എന്ന് മയിലാണ് സംഭവിക്കുന്നത് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് സിനിമ അവസാനം വരെ ഇരുന്ന് കണ്ടത്. എനിക്ക് ഉറക്കൊഴിച്ചിട്ടാണ് ഈ സിനിമ കണ്ടതെന്നേ, അതാണ് എനിക്ക് സങ്കടം. ചുരുക്കത്തിൽ കോക്ടെയിൽ 2 എന്നത് വെറുമൊരു
എന്താ പറയുക, പൊള്ളയായ ആഡംബരം മാത്രമാണ്. യൂറോപ്പിലെ കുറേ സീനുകൾ മനോഹരമായിട്ട് ആ ലൊക്കേഷനൊക്കെ കാണിച്ചു തരുന്ന ഒരു യൂറോപ്യൻ ട്രിപ്പ് പോലെയാണ് എനിക്ക് ഈ സിനിമ തോന്നിയത്. യാതൊരുവിധ പിന്നെ ക്വാളിറ്റിയും ഇല്ലാത്ത, തിരക്കഥയിൽ ഒട്ടും ഡെപ്തില്ലാത്ത, കഥാപാത്രങ്ങൾക്ക് ഡെപ്തില്ലാത്ത ഒരു മൂഞ്ചിയ സിനിമ എന്നത് മാത്രമായിട്ടാണ് എനിക്ക് കോക്ടെയിൽ 2 എനിക്ക് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന് നൽകാൻ പറ്റുന്ന പരമാവധി റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു 10ൽ 3 കൊടുക്കാം, അല്ലെങ്കിൽ 5ൽ 2. ഇന്നത്തെ ജനറേഷന്, അതേ ജെൻസി പിള്ളേർക്ക് വെറുതെ കുറച്ച് ആഡംബര ജീവിതവും ചെറിയ കുശുമ്പും വഴക്കുകളൊക്കെ കാണാൻ പിന്നെ താല്പര്യം ഉണ്ടാവും. പക്ഷേ ഇതൊരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് പോലും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ ഒരു സിനിമാ പ്രേമി എന്നുള്ള നിലയിൽ ഞാൻ പറയും, ഈ സിനിമ കാണാൻ തിയേറ്ററിൽ ആരും പോയി പൈസ കളയരുത് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇത് OTTയിൽ വരുമ്പോൾ പോലും വൺ ടൈം പോലും വാച്ചബിൾ അല്ലാത്ത സിനിമയാണ്. ഓട്ടിച്ചിട്ടിട്ട് റിമോട്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഓട്ടിച്ചിട്ടിട്ട് അവിടെയുള്ള സീനുകൾ കണ്ട് ജസ്റ്റ് ഒന്ന് പോകാമെന്നല്ലാതെ ഇത് തലവേദന എടുക്കുന്ന ഒരു മൂഞ്ചിയ സിനിമ അനുഭവമാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. നിങ്ങൾ ഈ സിനിമ കണ്ടവരായിരിക്കും, ചിലപ്പോൾ എൻ്റെ കാഴ്ചപ്പാടായിരിക്കില്ലല്ലോ നിങ്ങൾക്കൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക്